നമസ്കാരം. മൂവാറ്റുപുഴയിലെ ഇന്നത്തെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമുള്ള കടയെടുപ്പ് സമരത്തിന് മുന്നോടിയായി മൂവാറ്റുപുഴയിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു. ഗ്യാസ് സിലിണ്ടർ ശവമഞ്ചവുമായാണ് മാർച്ച് നടത്തിയത്. വെള്ളൂർകുന്നത്തെ KHRA ഓഫീസിന് മുന്നിൽ ആരംഭിച്ച മാർച്ച് KSRTC ബസ് സ്റ്റാൻഡിന് പരിസരത്ത് സമാപിച്ചു. വാണിജ്യ LPG സിലിണ്ടറുകളുടെ വിലവർധന കടയെടുപ്പിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിലും ഹോട്ടലുകൾ അടഞ്ഞുകിടന്നു. യാത്രക്കാർക്ക് ആശ്വാസമായി ബേക്കറികൾ തുറന്നു പ്രവർത്തിച്ചു. മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും ഫ്ലെക്സ് യുദ്ധം തുടരുന്നു. രാവിലെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടു. VD സതീശിനെ അനുകൂലിച്ച് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് ചെന്നിത്തലയ്ക്കും അനുകൂലമായി ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരം പ്രകാശനം ചെയ്തു. ഡോക്ടർ MB മത്തായി പ്രകാശന കർമ്മം നിർവഹിച്ചു. മൂവാറ്റുപുഴയിൽ 2 പേർക്ക് കടന്നൽ കുത്തേറ്റു. കിഴക്കേക്കര ഭാഗത്താണ് കടന്നൽ ആക്രമണം ഉണ്ടായത്. പരിക്കേറ്റവർ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. വാർത്തകൾ വിശദമായി. 24 മണിക്കൂർ കടയെടുപ്പ് സമരത്തിന് മുന്നോടിയായി മൂവാറ്റുപുഴ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു. വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ വച്ചുള്ള ശവമഞ്ചുമായി വെള്ളൂർകുന്നത്തെ KHRA ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമുള്ള 24 മണിക്കൂർ കടയെടുപ്പ് സമരത്തിന് മുന്നോടിയായി മൂവാറ്റുപുഴ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും സംഘടിപ്പിച്ചു. അന്യായമായ പാചകവാതക വിലവർധനവിൽ പ്രതിഷേധിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള ഗ്യാസ് സിലിണ്ടർ വച്ചുള്ള ശവമഞ്ചവുമായി വെള്ളൂർകുന്നത്തെ KHRA ഓഫീസിന് മുന്നിൽ നിന്നാരംഭിച്ച മാർച്ച് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. അനിയന്ത്രിതമായ പാചകവാതക വിലവർദ്ധനവ് ഒരു ചെറിയ ചായക്കട മുതൽ വലിയ ഹോട്ടൽ വരെ എല്ലാ സ്ഥാപനങ്ങളുടെയും ജീവനാഡിയാണ് പാചകവാതകം. ദിവസേന ഉയരുന്ന ഗ്യാസ് വിലകൾ കാരണം ഒരു സാധാരണ ഹോട്ടൽ പോലും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളിപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജില്ലാ കമ്മിറ്റി മൂവാറ്റുപുഴ യൂണിറ്റും ഒരു ശക്തമായ പ്രതിഷേധവുമായി പാചകവാതകം ദിവസേന ഉയരുന്ന ഗ്യാസ് വിലകൾ കാരണം. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KHRA സംസ്ഥാന സെക്രട്ടറി CK അനിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഗ്യാസിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഏതാണ്ട് 430 രൂപയുടെ അടുത്ത് വിലവർദ്ധനവുണ്ട്. അന്നൊന്നും ഇവിടുത്തെ ഹോട്ടലുകാർ പ്രതിഷേധിക്കുകയോ അല്ലെങ്കിൽ അതിന് മറുപടി പറയുകയോ ഒന്നും ചെയ്തില്ല. പക്ഷെ 900 രൂപ ഈ അടുത്ത ദിവസം വില വർദ്ധിച്ചപ്പോൾ ഏതാണ്ട് 1400 രൂപയുടെ മുകളിൽ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വില ഈ ഗ്യാസിന് വർദ്ധിപ്പിക്കുന്നത്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇവിടെ ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രം ഒരു പ്രതിസന്ധി നേരിടാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ നമ്മൾ പോലും അറിയാത്ത ഓരോ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പാലിന് വില കൂട്ടാൻ പോവുകയാണ്. അതുപോലെ തേയില, പഞ്ചസാര, ഗ്ലാസ്, ഇത് ചായ എടുക്കുന്ന ആള്, ഇതിനെല്ലാം കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് 13.80 അടുത്ത് ഒരു ചായക്ക് ഞങ്ങൾക്ക് മുടക്ക് വരികയാണ്. യൂണിറ്റ് രക്ഷാധികാരിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ NP ഷിജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ AKCA യൂണിറ്റ് പ്രസിഡന്റ് ഷാബു TI, കേരള പപ്പട മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വിനീത് പാലത്ത്, യൂണിറ്റ് സെക്രട്ടറി ഷാനിദ് ഹമീദ് MK, യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശ് ബാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. MCS ഹോസ്പിറ്റൽ, we take care of your health. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമുള്ള കടയെടുപ്പ് സമരത്തിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിലും ഹോട്ടലുകൾ അടഞ്ഞുകിടന്നു. ഓൺലൈൻ ഭക്ഷണ വിതരണവും നിർത്തിവെച്ചതോടെ യാത്രക്കാരും പൊതുജനങ്ങളും വലഞ്ഞു. എന്നാൽ നഗരത്തിൽ ബേക്കറികൾ തുറന്ന് പ്രവർത്തിച്ചത് പൊതുജനങ്ങൾക്ക് ആശ്വാസമായി. വാണിജ്യ LPG സിലിണ്ടറുകളുടെ അമിത വിലവർധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമുള്ള 24 മണിക്കൂർ കടയെടുപ്പിന്റെ ഭാഗമായി മൂവാറ്റുപുഴയിലും ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നു. ഓൺലൈൻ ഭക്ഷണ വിതരണവും നിർത്തിവച്ചിരിക്കുകയാണ്. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, കേരള വ്യാപാരി വ്യവസായി സമിതി തുടങ്ങി പ്രമുഖ സംഘടനകളും സമരത്തിൽ പങ്കാളികളാണ്. സമരത്തെ തുടർന്ന് മൂവാറ്റുപുഴ നഗരത്തിലെ എല്ലാ ഹോട്ടലുകളും അടഞ്ഞുകിടക്കുകയാണ്. സമരത്തിന് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരുന്നു. ഹോട്ടലുകൾ
കടകൾ അടച്ചിടുകയും ഓൺലൈൻ ഭക്ഷണ വിതരണവും നിർത്തിവെക്കുകയും ചെയ്തതോടെ നഗരത്തിലെത്തിയ യാത്രക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ ദുരിതത്തിലായിരുന്നു. 24 മണിക്കൂറാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ നഗരത്തിൽ ബേക്കറികൾ തുറന്ന് പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും ഫ്ലെക്സി യുദ്ധങ്ങൾ തുടരുന്നു. VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും അനുകൂലികളാണ് ഇരുഭാഗങ്ങളായി തിരിഞ്ഞ് നഗരത്തിലുടനീളം ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നത്. എന്നാൽ KC വേണുഗോപാലിന് അനുകൂലമായി ഫ്ലെക്സുകളോ പോസ്റ്ററുകളോ ഇതുവരെയും നഗരത്തിൽ പ്രതിഷ്ഠപ്പെട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ മൂവാറ്റുപുഴ നഗരത്തിൽ വീണ്ടും ഫ്ലെക്സി യുദ്ധങ്ങൾ തുടരുന്നു. VD സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും അനുകൂലികളാണ് ഇരുഭാഗങ്ങളായി തിരിഞ്ഞ് നഗരത്തിലുടനീളം ഫ്ലെക്സുകൾ സ്ഥാപിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ VD സതീശന് അനുകൂലമായാണ് ഫ്ലെക്സ് സ്ഥാപിച്ചതെങ്കിൽ ബുധനാഴ്ച രാവിലെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. UDFനെ ഭരണത്തിലേക്ക് എത്തിച്ച പ്രചാരണ സമിതി ചെയർമാൻ രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡാണ് KSRTC ബസ് സ്റ്റാൻഡിന് സമീപം സ്ഥാപിച്ചിരിക്കുന്നത്. വനവാസമല്ല പട്ടാഭിഷേകം, കേരളം ജയിച്ചു, VD നയിക്കും എന്നെഴുതിയ VD സതീശനെ അനുകൂലിച്ച് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെയാണ് ചെന്നിത്തലയ്ക്കും അനുകൂലമായി ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇക്കുറിയും ഫ്ലെക്സ് സ്ഥാപിച്ചവരുടെ പേരോ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. VD സതീശനെ അനുകൂലിച്ച് പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സിന് സമീപമായാണ് രമേശ് ചെന്നിത്തലയുടെ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരത്തിൽ ആദ്യമായാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനു മുൻപ് VD സതീശന് പ്രതികൂലമായി പോസ്റ്ററുകൾ നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. മുതിർന്ന നേതാക്കളെ താറടിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള VD സതീശന്റെ നീക്കം നടപ്പാകില്ലെന്ന് എഴുതിയ പോസ്റ്ററായിരുന്നു പ്രത്യക്ഷപ്പെട്ടിരുന്നത്. സംസ്ഥാനത്തുടനീളം UDFന്റെ വിജയത്തിന് ശേഷം മുഖ്യമന്ത്രി ആരെന്ന ചർച്ച സജീവമായിരിക്കെയാണ് നഗരത്തിൽ പാർട്ടി പ്രവർത്തകർ തന്നെ ഫ്ലെക്സി യുദ്ധം തുടരുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന രണ്ട് പ്രമുഖ നേതാക്കളുടെ ചിത്രങ്ങൾ അടുത്തടുത്ത് നിരുന്നത് കാഴ്ചക്കാർക്ക് കൗതുകമാവുകയാണ്. എന്നാൽ മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയിൽ സജീവമായി നിലകൊള്ളുന്ന KC വേണുഗോപാലിന് അനുകൂലമായി ഫ്ലെക്സുകളോ പോസ്റ്ററുകളോ ഇതുവരെയും നഗരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി സാരംഗി സാന്റോ തോട്ടം എഴുതിയ ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരം പ്രകാശനം ചെയ്തു. ഡോക്ടർ MB മത്തായി പ്രകാശന കർമ്മം നിർവഹിച്ചു. വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനി സാരംഗി സാന്റോ തോട്ടം എഴുതിയ ഇംഗ്ലീഷ് കവിതകളുടെ സമാഹാരമായ ബെറീഡ് സോൺസിന്റെ പ്രകാശനം നിർവഹിച്ചു. ഹോട്ടൽ കബനി പാലസിൽ നടന്ന ചടങ്ങിൽ MG യൂണിവേഴ്സിറ്റി ഗാർഡിയൻ സ്റ്റഡീസ് ഡയറക്ടർ, ഗുജറാത്ത് വിദ്യാപീഠ അധ്യാപകൻ, കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ഗവേണിംഗ് ബോർഡ് അംഗം ഡോക്ടർ MB മത്തായി, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബംഗളൂരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് അസിസ്റ്റന്റ് പ്രൊഫസറും പ്രഭാഷകയുമായ ഡോക്ടർ അനഘ ബാബുവിന് നൽകി പ്രകാശനം നിർവഹിച്ചു. But I am sure that if Plato comes today and reads Sarangi's book, The Buried Sounds, he will not ask Sarangi to be deported because it doesn't in any way contribute to the creation of emotional irresponsibility. I estimate the greatness of a book on two reasons, on two grounds. One, I will consider a book great, a great book, if it invites me to read it again. Come on. So a book that invites you to reread it is a great book, is certainly a great book. A book from which, a poem from which you naturally learn things by heart, by rote. Certain poems are there. From the first reading itself, you know, certain lines get stuck in your memory. And such poems and such writing should certainly be termed as great writing. And I am sure that there are few pieces in this collection which will invite you to reread, and there are certain lines which will get stuck in your mind. And therefore, this is a significant contribution. സാരംഗി സാന്റോ തോട്ടം വേദിയിൽ ചൊല്ലിയ സ്വന്തം കവിതയുടെ മലയാളം പരിഭാഷ അനഘ ബാബു വേദിയിൽ അവതരിപ്പിച്ചതും കവിതകളിലൊന്നിന്റെ നൃത്താവിഷ്കാരം MG യൂണിവേഴ്സിറ്റി കലാതിലകം അപർണ മോഹനും നർത്തകി R ശ്രീലക്ഷ്മിയും ചേർന്ന് അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി. They say home is where the people are. It's true, but there is more. Home is the sweet smell of fried puppet and fritters, the frantic voices on workday mornings. Tell your brother to hurry. Amma, I'm ready. Brother, the bus is here. Where's my backpack? Home is a place where these walls echo these sweet memories.
The loud calling of the split-tailed bird, sweet and delving into a cacophony of calls, the tall trees and a highland view. Home is the rooftop from where I see it. A dew-dripped field in the morning turned golden in the sun, the slight tang of mud in the buffaloes that graze there, the soft touch of breeze when I walk through the winding road near, the swirling of a small stream on the other side. Home is the air where I feel it. വീട് മനുഷ്യരുള്ള ഇടമാണ് വീടെന്ന് പറയപ്പെടുന്നു. അത് ശരി തന്നെ. എന്നാൽ വീടിന്റെ അർത്ഥം അതിലും അഗാധമാണ്. വറുത്ത പപ്പടത്തിന്റെയും പഴംപൊരിയുടെയും മണം കവരുന്ന സൗരഭ്യമാണ് വീട്. ജോലി ദിന പ്രഭാതനങ്ങളെ തിരക്കേറിയ ശബ്ദങ്ങൾ. നിന്റെ അനിയനോട് വേഗം വരാൻ പറ. അമ്മേ, ഞാൻ തയ്യാറായി. മോനെ, ബസ് വന്നു. എൻ്റെ ബാഗ് എവിടെ? ഈ വാക്കുകൾ എന്നും അലയടിക്കുന്ന മധുരമായ ഓർമ്മകളുടെ ആലയമാണ് വീട്. ചീൽവാലൻ പക്ഷിയുടെ നാദം ശബ്ദ കോലാഹലത്തിൽ അലിഞ്ഞു അതിൻ്റെ മധുരമാക്കുന്നു. ആകാശം മുട്ടി നിൽക്കുന്ന വൃക്ഷങ്ങളും മലനിരകളുടെ ഉത്തരാദൃശ്യം എനിക്ക് സമ്മാനിക്കുന്ന മേൽക്കൂരയാണ് വീട്. I guess you're maudlin. I can say for sure there's amusement fit. I can see you fall down, but that's human. You try again and fall again. But with time, you advance. It's human. I know it is hard not to hate yourself. It's hard to have faith in yourself. One day, you feel on top of the world. On another, you cry at a kind word. Leaning on the windowsill, the beat of your failures in your heart still. You know you have it in you to find a way, and someday, when you look at the mirror again, you'll see yourself with eyes bright lit and a smile that can blind a day. എബനേസർ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ അസോസിയേഷൻ ചെയർമാൻ കമാൻഡർ CK ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പത്രപ്രവർത്തകൻ PS രാജേഷ്, ഈസ്റ്റ് വാഴപ്പള്ളി മാക്സിമില്യൻ കോൾബൈപ്പള്ളി വികാരി ഫാദർ ചെമ്പരത്തി ജോർജ്, മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡ് നേടിയ ഡോക്ടർ വിധു നായർ, തോട്ടത്തിൽ കുടുംബയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV ജോൺസൺ, പ്രസാധകരായ സ്റ്റോറി സ്ലേറ്റിന്റെ പ്രതിനിധി സജിൻ തളിയത്ത്, എഴുത്തുകാരിയുടെ മാതാപിതാക്കളും അധ്യാപക ദമ്പതികളുമായ സാൻഡോ ജോർജ്, ഷീന ജോൺ, പ്രാദേശിക ചരിത്രകാരൻ മോഹൻദാസ് സൂര്യനാരായണൻ, പ്രജിത്തോ കുമാർ എന്നിവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മൂവാറ്റുപുഴയിൽ കടന്നലാക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. മൂവാറ്റുപുഴ ചാലിക്കടവ് പാലത്തിന് സമീപം കിഴക്കേക്കര ഭാഗത്തെ പെട്ടിക്കട നടത്തുന്ന മൈദീനാണ് കടന്നലിന്റെ കുത്തേറ്റത്. ഉടൻ തന്നെ മൈദീനെ മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് 5ഓടെയാണ് ആക്രമണം. കാൽനട യാത്രികനെ കടന്നൽ കുത്തിയപ്പോൾ രക്ഷപ്പെടുത്താൻ മൈദീൻ കടയിൽ നിന്നും ചാക്ക് എടുത്തു കൊടുത്തു. ഇതിനിടെ മൈദീനെയും കടന്നലുകൾ ആക്രമിക്കുകയായിരുന്നു. മുൻപും പ്രദേശത്ത് നിന്ന് നിരവധി പേർക്ക് കടന്നൽ കുത്തേറ്റിട്ടുണ്ട്. കടാതി നിലക്കനാമ്പാടത്ത് പരേതനായ പൗലോസിന്റെ ഭാര്യ ഏലിയാമ്മ നിര്യാതയായി. സംസ്കാരം നടത്തി. പരേത വാളകം കുന്നയ്ക്കാൽ കുരങ്ങാട്ടിൽ കുടുംബാംഗമാണ്. മക്കൾ ലിസി, പരേതനായ രാജു, മരുമകൻ KJ ലോനപ്പൻ, കാപ്പിൽ ചാലിൽ, പുത്തൻപുര, പാലക്കുഴ. വാഴക്കുളം പേടിക്കാട്ടുകുന്നൽ ഡൊമിനിക് ജോസഫ് നിര്യാതനായി. സംസ്കാരം നടത്തി. പരേതൻ അലയൻസ് ബജാജ് റിട്ടയർഡ് സീനിയർ ബ്രാഞ്ച് ഡെവലപ്മെന്റ് മാനേജറാണ്. വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ്, വാഴക്കുളം പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ്, വാഴക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാര്യ അച്ചാമ്മ, നെടുമുടി, തൈച്ചേരിൽ കുടുംബാംഗം. മക്കൾ അഞ്ജു, അനിജ. മരുമക്കൾ ടോജി തോമസ്, ഫ്രെഡി മാത്യു. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.